ആ വിജയത്തിൻ്റെ ഒരു ഊർജ്ജം ഏറ്റെടുത്തുകൊണ്ടാണ് UDF സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതൊരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായി പോലും നമുക്ക് വായിച്ചെടുക്കാവുന്നതുമാണ്. തിരുവനന്തപുരത്ത് ഒരു 4 മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ കുറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ഈ 3 മണ്ഡലങ്ങളിലായിട്ട് അത്രയധികം വോട്ട് കുറഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി പ്രപ്പോസ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും. UDFിലും മുന്നണിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളൊന്നും ഉള്ളതായിട്ട് പുറമേക്ക് കേൾക്കുന്നില്ല. രമേശ് ചെന്നിത്തല ആദ്യം മുഖ്യമന്ത്രിയാവുക, അതിനുശേഷം VD സതീശൻ മുഖ്യമന്ത്രിയാവുക. 2 മുന്നണികളും കേരളത്തെ ആകെ ഭരിച്ചു മുടിച്ചിരിക്കുന്നു. ഇനിയൊരു വികസിത കേരളം വേണമെങ്കിൽ എൻ്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ. ജോയിൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണം പൂർത്തിയായി. അതിൻ്റെ അന്തിമ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. നഗരമേഖലയിലെ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരുടെ എണ്ണം കൂടുതൽ കുറയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം സംസ്ഥാനത്തേതടക്കം തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതനുസരിച്ച് വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതളവിലെത്തി UDFിൻ്റെയും LDFിൻ്റെയും NDAയുടെയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 5 വിഷയങ്ങൾ ഈ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ശക്തമായി അലയടിച്ചു എന്ന് പറയപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ തോത് ഈ ഘട്ടത്തിൽ എത്രത്തോളമുണ്ട് എന്നത് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത്, മുന്നണികൾ സംവിധാനം LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും അത് ഏതു വിധത്തിൽ കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയവും ഈ ഘട്ടം വരെയുള്ള പ്രചാരണവും അതെങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളത്. പിന്നെ ലീഡർഷിപ്പ്, നേതൃനിരയിൽ എങ്ങനെയൊക്കെയാണ്, നേതാക്കളുടെ കാര്യത്തിൽ കൃത്യത വന്നു, ആരാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നോ എന്നുള്ളത് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, ഈ 3 മുന്നണികളും 2026 തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ പുതുതായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നീ 5 ഘടകങ്ങളെ ഊന്നിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ഈ 2025 ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ഫലമായി UDF, അതിൻ്റെ ഫലം കൂടിയാണ് UDFിനുണ്ടായ വലിയ വിജയം എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. അതിലൊരു പരിധിവരെ വസ്തുതയുണ്ട് താനും. അതേ അളവിൽ ആ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ? അതിലൂന്നിക്കൊണ്ടുള്ളൊരു പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ UDFിന് സാധിച്ചോ? അതിനെ മറികടക്കാൻ LDFിന് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞോ? NDAയുടെ ഈ മേഖലയിലെ സ്റ്റേക്ക് എന്താണ്? ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ പൊതുവെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ജനവിധി തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായാണ് കണക്കാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായുള്ള കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ പൊതുവായി തന്നെ സംസ്ഥാനങ്ങളിലേക്കും ലോക്സഭയിലേക്കും പഞ്ചായത്തുകളിലേക്കും നടക്കുന്ന ജനവിധി ഒരേ സ്വഭാവത്തിലുള്ളതാകണമെന്നില്ല എന്ന പ്രവണതയും അതേസമയം തന്നെ വരുന്നുണ്ട്. ഇതനുസരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ അതല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയോ ഒന്നും പാറ്റേണിലാകണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി എന്നതാണ്. ഇതാണ് ഭരണ തുടർച്ച ഉണ്ടാകാം എന്നതിന്, ഒരുപക്ഷെ സംഭവിക്കാം എന്നതിന്, മൂന്നാമതൊരു തവണ കൂടി ലഭിക്കാം എന്നതിന് LDFിന് മുമ്പിലുള്ള അവരുടെ മുമ്പിലുള്ള കാരണം അല്ലെങ്കിൽ ന്യായീകരണം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായത് അടിത്തട്ടിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ UDF നേടിയ വോട്ടുകളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് NDA നേടിയ 14% മേലെയുള്ള വോട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്ന കാറ്റഗറിയിൽ വന്ന വലിയൊരു 13% വോട്ട് ആ കാറ്റഗറിയിൽ വന്നു. അവരെങ്ങോട്ട് നീങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പുതിയ ജനവിധി തീരുമാനിക്കപ്പെടുക എന്നത് വളരെ തർക്കമറ്റ കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ അതേ തോതിലുള്ള സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. ആ ജനവിധി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചുള്ള ജനവിധി വരാനിരിക്കുന്നതാണല്ലോ. പക്ഷേ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുടെ ഒരു തോതെടുത്താൽ വളരെ അഗ്രസീവായ പ്രവർത്തനങ്ങളിലേക്ക് 2 മുന്നണികളിലും പോയിട്ടുണ്ട്. എങ്കിൽ കൂടി അക്കാര്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായ ഓർഗനൈസ്ഡായ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുള്ളത് കുറെ കൂടി LDF ആണ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനങ്ങളുടെ ഒരു മഹാമഹമാണ്. പല ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ചെറുതും വലുതുമായ പദ്ധതികൾ കഴിഞ്ഞ മാസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേരിട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഉദ്ഘാടനങ്ങളുണ്ട്. അതല്ലാതെ ചെറിയ ചെറിയ പദ്ധതികൾ ഓൺലൈൻ വഴിയൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തെ LDFന്റെ മുഴുവൻ MLAമാരും വികസന പ്രവർത്തനങ്ങളുടെ അവസാന സ്റ്റേജിൽ അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പ്രവൃത്തികളിലാണ് ഇപ്പോൾ ഏർപ്പെടുന്നത്. അതെല്ലാവരും UDF ആ വിധത്തിൽ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ LDFനെ സംബന്ധിച്ച് അതിൻ്റെ MLAമാർ മുഴുവൻ കഴിഞ്ഞ ഒരു വർഷമായി LDFന് ആ കാര്യത്തിലുള്ള നിർദ്ദേശമുണ്ട്. MLAമാർക്ക് അവരവരുടെ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്ന്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൃത്യമായും എല്ലാ MLAമാരും അവരുടെ മണ്ഡലങ്ങളിൽ അതിൽ തന്നെ MLAമാർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലത്തെ LDF വിജയിപ്പിക്കേണ്ടത്, ആ മുന്നണിയെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന മട്ടിലാണ് ആ ദൗത്യം കൊടുത്തിരിക്കുന്നത്. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ LDFന്റെ MLAമാരെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്നതിന് പ്രത്യേകിച്ചും പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം, ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള മാനിഫെസ്റ്റോകളെ കുറിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ, പുതിയ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചതിനെ നേരിടാനുള്ള എഫർട്ട് LDF വളരെ സൂക്ഷ്മമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലശ്രുതി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും UDF ആ വിജയത്തിൻ്റെ ഒരു ഊർജ്ജം ഏറ്റെടുത്തുകൊണ്ടാണ് UDF സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ കൂടെ തുടർച്ചയിലാണ് അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ. ആ യാത്രയ്ക്ക് കേരളത്തിൽ പല ഭാഗങ്ങളിൽ ലഭിക്കുന്ന സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങൾ, അതൊരുപക്ഷെ LDF ജാഥയ്ക്കും ആൾക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിൽ പോലും കുറെ കൂടെ എനർജി UDFന്റെ ജാഥയ്ക്കുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവിൽ. അത് അതിൻ്റെ മാധ്യമ കവറേജുകളായാലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ഒക്കെ ഒരു ഊർജ്ജമുണ്ട് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ റീസെൻ്റായി ഡെവലപ്പ് ചെയ്തു വന്ന ഈ ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ, അതുപോലെ ഈ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ഉയർന്നു വന്ന തർക്കങ്ങൾ, മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ പ്രതിയാക്കിയത് എന്ന പോലെയുള്ള ആരോപണങ്ങൾ, തന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് കുടുക്കിയതാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, ഇതിലൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിലാണ് അടിസ്ഥാനമില്ല എന്ന് പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ SIT നിയോഗിക്കുന്നത് ഹൈക്കോടതിയാണ് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ നേരിട്ടല്ല SITയുടെ നിയന്ത്രണം എന്ന് സാങ്കേതികമായി പറയാം. അപ്പോൾ ഇതിൽ അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അടിസ്ഥാനമില്ല എന്ന് കാണേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും ഒരു അന്തരീക്ഷത്തിൻ്റെ തുടർച്ച അവിടെ ഉണ്ടോ? അതിൽ UDFന് മാത്രമാണോ അതിൽ എഡ്ജുള്ളത്, അതോ അതിൻ്റെ ഒരു വിഹിതം ഏറ്റെടുക്കാൻ NDA ശ്രമിക്കുന്നുണ്ടോ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തുടർച്ച? തീർച്ചയായുണ്ട്. ഈ രാജീവ് പറഞ്ഞതിൽ വളരെ ഗ്രൗണ്ടിൽ വളരെ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്നത് UDFന്റെ ജാഥയിലുള്ള ഒരു തിരയിളക്കമാണ്. അത് വളരെ വ്യക്തമാണ്. അതൊരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായി പോലും നമുക്ക് വായിച്ചെടുക്കാവുന്നതുമാണ്. അടിത്തട്ടിൽ ജനങ്ങൾ UDFന്റെ ജാഥയെ വലിയ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് PD സതീശൻ നടത്തുന്ന ജാഥയ്ക്ക് ഒരു ഇളക്കമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്, അതിൽ കൂടുന്ന ജനക്കൂട്ടം, പ്രസംഗങ്ങളുടെ സ്വഭാവം, അതിനോടുള്ള പ്രതികരണം, ഇതെല്ലാം വെച്ച് നമുക്ക് കാണാം. എന്നാൽ 3 ജാഥകളായി നടത്തിയ LDFന്റെ സമാന ജാഥയോട് ആ തരത്തിലുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായത് എന്ന് ജനക്കൂട്ടമുണ്ട്. പക്ഷേ ഒരു തിരയിളക്കം അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് UDF ജാഥയിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല പ്രശ്നം ഉൾപ്പെടെ ഉള്ളതിൻ്റെ അതിൻ്റെ ഒരു ലാഞ്ചന, അതിൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ, അതല്ലെങ്കിൽ ഒരു ചെറിയ സ്വാധീനം NDAയിലേക്ക് കൂടി ഒരു പക്ഷേ പോയേക്കാം. പക്ഷേ എൻ്റെ ഒരു തോന്നൽ, ഓരോ മുന്നണിയും അതിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ക്യാമ്പയിൻ തന്നെയാണ് നടത്തുന്നത്. LDF എല്ലാ കാലത്തും ഓർഗനൈസ്ഡ് ആയ ക്യാമ്പയിനാണ് നടത്തുക. വലിയ തോതിൽ അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാകും. എന്നാൽ UDFനെ സംബന്ധിച്ച് സീറ്റ് വിഭജനം എന്നത് അവസാന നിമിഷത്തിൽ മാത്രമേ അവർക്കത് പൂർത്തിയാക്കാൻ കഴിയൂ. അത് കഴിഞ്ഞുള്ള കുറഞ്ഞ കാലം കൊണ്ടാണ് UDF വലിയൊരു ഓളമുണ്ടാക്കി മുന്നോട്ട് വരിക. അതിനുള്ള സമയമാകാൻ പോകുന്നേ ഉള്ളൂ.
അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, എഡ്ജ് ഉണ്ട് എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ രണ്ട് മുന്നണികളും അവരവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. LDFന്റെ ഭാഗത്ത് വളരെ കാർക്കശ്യത്തോടു കൂടിയുള്ള ഒരു സംഘാടന മികവ് ഇപ്പോഴും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിധത്തിലാണ് കാര്യങ്ങൾ ഓരോന്നായി പല ദിക്കിൽ നിന്ന് ഒരുങ്ങി വരുന്നത് അങ്ങനെയാണ് എന്ന് എനിക്ക്. അതിൽ നിന്ന് നമ്മൾ NDAയിലേക്ക് വരികയാണ്. NDA ഇപ്പം അങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ ഗ്രൗണ്ടിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോയി നേമത്ത് താമര ചിഹ്നത്തിന് പെയിൻ്റ് അടിക്കുന്നു എന്നൊക്കെയുള്ള ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇതേപോലെ ഒരു ജാഥയോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ഇവൻറ്റോ ഒന്നും നമ്മൾ NDAയുടേതായിട്ട് കാണുന്നില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണത്തിന് ശേഷം നരേന്ദ്രമോദി വന്നൊരു പ്രസംഗം നടത്തിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ അതിന് തത്തുല്യമായ വേറെ പ്രോഗ്രാമൊന്നും ഇതേവരെ കണ്ടിട്ടില്ല. പ്രതീക്ഷിച്ചതിൽ നിന്ന് ഏറ്റവും താഴേക്ക് പോയത് ശരിക്കും NDA ആണ്. കാരണം തിരുവനന്തപുരം വിജയത്തിന് ശേഷം മോഡിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ക്യാമ്പയിനായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്ന പ്രചാരമുണ്ടായിരുന്നു. മോഡിയുടെ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു, തിരുവനന്തപുരത്ത് വന്നുപോയി എന്നല്ലാതെ ഒരു തരത്തിലുള്ള അനക്കവും അതുണ്ടാക്കിയില്ല. പക്ഷേ എനിക്ക് ഈ BJPയുടേതായി കണക്കാക്കപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങളുടെ ഈ SIRൽ സംഭവിച്ചിരിക്കുന്ന മാറ്റം ഏത് തരത്തിൽ വലിയ തോതിൽ 1,00,000 മേലെ 160 വോട്ടുകളാണ് യഥാർത്ഥത്തിൽ 4 മണ്ഡലങ്ങളിലായി കുറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഏത് തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും അതിനെ സൂക്ഷ്മമായി വിലയിരുത്താൻ പറ്റിയിട്ടുണ്ടോ രാജീവ്? അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടോ? അല്ല, അത് സൂക്ഷ്മമായി വിലയിരുത്താൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നഗരമണ്ഡലങ്ങളിലാണ് ഈ വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 4 മണ്ഡലങ്ങളും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ വന്ന് താമസിക്കുകയും അവിടുന്ന് വാടകയ്ക്കും മറ്റും താമസിക്കുകയും ജോലി മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തിരികെ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അവിധത്തിൽ മാറിപ്പോയ ആളുകളാണ് ഭൂരിഭാഗം പേരും എന്ന് ഒരു വ്യാഖ്യാനം. ഇതേ കാര്യം മറ്റ് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അളവിലില്ല. ഇപ്പോൾ ഇത് സമാന സ്വഭാവമുള്ളതാണ് എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളായ എറണാകുളം, കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള മണ്ഡലങ്ങൾ. വലിയ തോതിൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ളതാണ്. മറ്റിടങ്ങളിൽ നിന്ന് ആളുകൾ ജോലിക്ക് വരികയും കുറച്ചു കാലത്തേക്ക് താമസിക്കുകയും ചിലപ്പോൾ ജോലി മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു പോവുകയും ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് ധാരാളമായി സംഭവിക്കുന്ന മണ്ഡലങ്ങളാണ് ഇവിടെ. പക്ഷേ തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഒരു 4 മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് 1,50,000 വോട്ടുകൾ കുറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ഈ 3 മണ്ഡലങ്ങളിലായിട്ട് അത്രയധികം വോട്ട് കുറഞ്ഞിട്ടില്ല. എന്നാൽ ശരാശരി ഒരു 20,000 വോട്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമ്മൾ നോക്കുമ്പോൾ കണക്കാക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ മണ്ഡലങ്ങളിൽ വളരെ ഗ്ലെയറിംഗ് ആയിട്ട്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏതാണ്ട് 47,000 വോട്ടാണ് SIRന് ശേഷം കുറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയ ആളുകളാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ ഉണ്ടായതിനു ശേഷം മരിച്ചുപോയ ആളുകളാണോ? ഇതൊക്കെ കൂടെ ചേർത്തിട്ട് മാത്രമാണോ ഈ കണക്ക്? അതോ മറ്റു രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതോ ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂരൊക്കെ ചെയ്ത പോലെ കൂടുതൽ വോട്ട് ചേർത്തത് ഇത്തവണ വെട്ടിപ്പോയതാണോ? ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതേസമയം SIRനെ കുറിച്ചുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക പ്രചരിപ്പിക്കപ്പെട്ടത് ന്യൂനപക്ഷ മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഒരുപാട് പേർക്ക് പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത എന്നായിരുന്നു. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെല്ലാം കൂടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സോളിഡായ എഫർട്ട് ആ തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നടന്നിട്ടുണ്ടോ? നിശ്ചയമായും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി അവിടുത്തെ വിവിധ സംഘടനകൾ, അത് സമുദായ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാവരും വളരെ ഗൗരവത്തിൽ തന്നെ ഈ പ്രോസസ്സിനെ എടുക്കുകയും ആരും വിട്ടുപോകാതിരിക്കാൻ സവിശേഷമായൊരു ശ്രദ്ധ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് ആ വോട്ടർ പട്ടിക പരിഷ്കരിച്ച് വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ വോട്ട് കൂടുക ചെയ്തു. ഒരെണ്ണം പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇതിൻ്റെ ഒരു അന്തിമ പട്ടിക ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതും ഒരു പക്ഷേ ഈ മുന്നണികളുടെ പ്രകടനത്തെ, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ബ്രോഡർ കാറ്റഗറിയിൽ ഈ വോട്ടർ പട്ടികയിലുണ്ടായ വർധന ഒരു പക്ഷേ ഈ മുന്നണികളുടെ പ്രകടനത്തെ ഒക്കെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും മലബാറിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം അവിടെ വോട്ടർമാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ് ചെയ്തത്. കുറഞ്ഞെടുത്ത് എങ്ങനെയാണത് സ്വാധീനിക്കുക എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ള, ബഷീർ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ഉദ്ഘാടനങ്ങളുടെ കാര്യം പറഞ്ഞു. അത് സാധാരണ നിലയ്ക്ക് എല്ലാ സർക്കാരുകളുടെയും അവസാന ഘട്ടത്തിൽ ഇത്തരം ഉദ്ഘാടനങ്ങളും തറക്കല്ലിടലുകളും വ്യാപകമായി നടക്കാറുള്ളതാണ്.
അപ്പം അതിനപ്പുറത്ത് സവിശേഷമായ എന്തെങ്കിലും ഇപ്പം സംഭവിക്കുന്നുണ്ടോ? അതോ വലിയ പ്രൊജക്റ്റുകൾ പക്ഷേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ കൊച്ചി ക്യാൻസർ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ഇപ്പോൾ RCCയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പദ്ധതികളും ഇക്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ളൊരു ഉദ്ഘാടന സീസൺ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണല്ലോ. അത് നമ്മൾ സാധാരണ കാണുന്നതാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല പല ഫംഗ്ഷനുകൾ അങ്ങനെ നടക്കുന്നു എന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഓർഗനൈസ്ഡായി അത് നടക്കുന്നുണ്ട്. കുറെ കൂടി വളരെ വ്യക്തമാണ് അത് എന്ന് തോന്നുന്നു. കുറേ എണ്ണം കൂടുതലുണ്ട് എന്ന് തോന്നുന്നു. ഒരുപാട് പുതിയ പദ്ധതികൾ മീൻസ് പണി പൂർത്തിയായ പല പല വികസന പരിപാടികളുടെ ഉദ്ഘാടനം ഒരുപക്ഷെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതായിരിക്കാം. ഏതായാലും കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പലതരത്തിലുള്ള പരിപാടികൾ നടക്കുകയും MLA-മാർ ഈ ഒരു കാര്യവുമായി ജനങ്ങളുമായി അടിത്തട്ടിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നത് LDF-നായിരിക്കും. അതിനോടൊപ്പം പറയേണ്ടത് ഇപ്പോൾ വെച്ചാൽ സർക്കാർ ജീവനക്കാരനെയും പെൻഷൻകാരനെയും കുടിശ്ശികയായ DA മുഴുവൻ അനുവദിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയമിക്കുന്നു. സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർ പ്ലസ് അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യാനുള്ള പണി LDF എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം അതിൻ്റെ തൊട്ടോടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ മുന്നണി സംവിധാനം. ഇപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഈ 3 മുന്നണി സംവിധാനങ്ങളും വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്നു എന്ന് കാണാം. ഇപ്പോൾ LDF ഇപ്പോൾ RJDക്ക് അതൃപ്തി ഉണ്ട് എന്നൊക്കെ കേട്ടിരുന്നു. അതുപോലെ JDS-ൻ്റെ പ്രശ്നം കേട്ടിരുന്നു. പിന്നെ CPI-യുടെ മണ്ഡലങ്ങൾ CPM ഏറ്റെടുക്കാനുള്ള സാധ്യത കുറിച്ച് കേട്ടിരുന്നു. ജോസ് കെ മാണി മുന്നണി വിടാനുള്ള സാധ്യത, പക്ഷെ അതൊന്നും അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പുറത്ത് UDF-ലും മുന്നണിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളൊന്നും ഉള്ളതായിട്ട് പുറമേക്ക് കേൾക്കുന്നില്ല. NDA-ലും അങ്ങനെ തന്നെ. ഇപ്പോൾ BDJS-ന് നേരത്തെ പരാതികളുണ്ടായിരുന്നു. BDJS മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ BJP വോട്ട് BDJS-ന് കിട്ടുന്നില്ല. അവർ മത്സരിച്ച മണ്ഡലങ്ങൾ നേരത്തെ കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടാണ് ഇപ്പോൾ കിട്ടുന്നതെന്നൊക്കെയുള്ള അതൃപ്തിയൊക്കെ BDJS-ന് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ തയ്യാറാക്കപ്പെട്ട ഒരു ലൈൻ അനുസരിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുടെ മാറ്റമോ ഒരു വലിയ വോട്ട് ബാങ്ക് അങ്ങോട്ട് മാറുള്ളൂ ഇങ്ങോട്ട് മാറുള്ളൂ ഒന്നും സംഭവിക്കുന്നില്ല. NDA-യിൽ സംഭവിച്ചു എന്ന് പറയുന്നപ്പോൾ ഈ സാബു ജേക്കബ് പോലെയുള്ള വരവൊന്നും ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ്. LDF-ൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നാണ്. UDF-ൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നു. ഒടുവിൽ അതിൻ്റെ ഒരു സ്ഥിതി എന്താണ് എന്ന് ഇനിയും വ്യക്തമാകാനിരിക്കുന്നേ ഉള്ളൂ. അസോസിയേറ്റ് മെമ്പർ എന്ന നിലയിൽ UDF-നോടൊപ്പം ഉണ്ടാകും എന്ന് നേരത്തെ പറയപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് അവരുമായി ഇലക്ട്രൽ സഖ്യമൊന്നുമില്ല, അവർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മോഡ് എന്താണ് എന്നാണ് ഇനി അറിയാനിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സംസ്ഥാനത്തെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി പ്രപ്പോസ് ചെയ്യുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും. അത് വെൽഫെയർ പാർട്ടിയിൽ നിന്ന് ആകണമെന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രപ്പോസ് ചെയ്യുന്ന ചില സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ ചില മണ്ഡലങ്ങളിൽ, അതും വളരെ പരോക്ഷമായിട്ടായിരിക്കും ആ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അങ്ങനെ ചില മണ്ഡലങ്ങൾ ഉണ്ടാകാം എന്നതല്ലാതെ നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിലുള്ള സഖ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് വെച്ച് നോക്കുമ്പോൾ UDF-ലോ LDF-ലോ NDA-യിലോ പാർട്ടി മാറ്റം അല്ലെങ്കിൽ മുന്നണിയിലെ റീഅലൈൻമെന്റ് എന്നതൊരു വിഷയം. ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകളൊന്നും രണ്ട് മുന്നണിയിലും കഴിഞ്ഞിട്ടില്ല. LDF-ൻ്റെ ഉഭയകക്ഷി ചർച്ച തുടങ്ങാൻ പോണേ ഉള്ളൂ. UDF-ൻ്റെത് പ്രതിപക്ഷ നേതാവ് അനൗപചാരികമായി ചില കൂടിക്കാഴ്ചകൾ നടത്തിയെന്നുള്ളതാതെ UDF എന്നുള്ള നിലയ്ക്കുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടില്ല. സീറ്റ് വെച്ചുമാറലുകളെ കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ ഇങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇനിയും ഈ സീറ്റുകളുടെ വിഭജനം ജില്ലകൾ തിരിച്ചുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഏറെക്കുറെ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. ഏതാണ്ട് ഏത് മണ്ഡലങ്ങൾ എങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടികൾ വെച്ചു മാറുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായൊരു പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതൊന്നും ഒരു വലിയ തോതിലുള്ള വിഷയമാവില്ല. എന്നാൽ പാർട്ടികൾക്കകത്ത് സ്ഥാനാർത്ഥിത്വം എന്നത് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് പതിവിന് വിരുദ്ധമായി അതിനകത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവും ഇതുവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണവും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോൺഗ്രസ് ആണ് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ സർപ്രൈസ് ഉണ്ടാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ ഒരു പരിധിവരെ കണ്ണൂർ കോർപ്പറേഷനുകളിലൊക്കെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവർ പ്രചാരണ രംഗത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസ് നോക്കുമ്പോൾ കൊല്ലം അവർ ഭരണത്തിലേറുന്നു. തിരുവനന്തപുരത്ത് അവർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സീറ്റുകൾ പിടിക്കുന്നു. അപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വഴി അവർ എഡ്ജ് ഉണ്ടാക്കാനായി എന്ന് അവരൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും.
അത് മുൻനിർത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യത്തിൽ 20 പേരുടെ പട്ടിക അല്ലെങ്കിൽ 25 പേരുടെ പട്ടിക എന്നൊക്കെ പല കുറി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. സിറ്റിംഗ് MLA-മാർ എല്ലാവരും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഈ അവസാന നിമിഷം വരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഏതാണ്ട് എല്ലാവരും മത്സരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയം, LDF-നെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായി പോലും ഇപ്പം ഇല്ല എന്നാണ്, അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നാണ് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത്. അതിന് ജില്ലാ ഘടകങ്ങളിൽ ആലോചിച്ച് തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം താഴേക്ക് പോയി അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ഔപചാരികമായ ചർച്ചകൾ നടക്കുകയും ഒരു ബ്രോഡായ ഒരു ലിസ്റ്റ് 2 മുന്നണികളും തയ്യാറാക്കി വെക്കുകയും ചെയ്തു എന്നാണ് അതത് മുന്നണികളുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ ഇതിൽ പ്രശ്നം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ അവസാന നിമിഷം 1-2 സീറ്റുകളെ ചൊല്ലി, അത് പ്രത്യേകിച്ച് UDF-ലാണ് സംഭവിക്കുക, 1-2 സീറ്റുകളെ ചൊല്ലിയുള്ള പൊട്ടിത്തെറി ഉണ്ടാകും. അത് പിന്നെ മറ്റുള്ളിടത്തേക്ക് പടരുക എന്നതാണ്. പക്ഷേ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ UDF പ്രത്യേകിച്ചും കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ രൂപം അവരുടെ മനസ്സിൽ രൂപീകരിച്ച് കഴിഞ്ഞു. അത് ഇൻഡിവിജ്വൽ സ്ഥാനാർത്ഥികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ള ആളുകൾ, അത് ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം ആളുകളുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അവരവിടെ കേന്ദ്രീകരിച്ച് വ്യക്തിഗതമായ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അത്ര വലിയ പ്രശ്നം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പുറത്ത് CPM-നെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടേം നിബന്ധന അല്ലെങ്കിൽ 3 ടേം നിബന്ധനയൊക്കെ ബാധകമല്ലാത്ത MLA-മാർക്ക് അവരവരുടെ മണ്ഡലങ്ങളിൽ തുടർന്ന് മത്സരിക്കാനുള്ളൊരു സാധ്യത കണക്കാക്കി കുറെ കൂടെ എളുപ്പത്തിൽ പ്രചരണം നടത്താനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് താനും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ CPM-നും LDF-നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിലിപ്പോൾ ഏതാണ്ട് ധാരണയായവർക്ക് പോലും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ്, നിങ്ങൾ പ്രചരണം തുടങ്ങിക്കോളൂ, നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് അവർക്കും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുമല്ലോ ഈ ആളുകൾക്ക്. അതൊരു വലിയ ഹഡിലാണ്. അത് ഏതാണ്ട് തൊട്ടടുത്തുള്ള ഇപ്പോൾ UDF-ന്റെ VD സതീശൻ നയിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതോടുകൂടി UDF-ന്റെ കാര്യത്തിൽ അക്കാര്യത്തിൽ വളരെ ഇൻറ്റൻസീവായ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും കടക്കും എന്നാണ്. LDF-നെ സംബന്ധിച്ച് അത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ ഇലക്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ കാര്യം പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് LDF-ലെ ഒരു സാധാരണ രീതി. ഇവിടുത്തെ ഒരു പ്രശ്നം MLA-മാരുടെ സ്ഥാനാർത്ഥിത്വം എന്നത് മാറ്റിവെച്ചാൽ മുന്നണികളുടെ നേതൃത്വം എന്നത് ആരായിരിക്കും നയിക്കുക എന്നത് സംബന്ധിച്ച് ഏറെക്കുറെ ഒരു ധാരണയുണ്ട് എങ്കിൽ പോലും അക്കാര്യത്തിലും അന്തിമമായി ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. അത് നേതൃത്വത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ NDA ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക്, അതായത് വലിയ കണ്ടൻഡറായി വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ചില മണ്ഡലങ്ങളെങ്കിലും അവർ ജയിക്കും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ അവർ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കിലനുസരിച്ച് 2 മണ്ഡലങ്ങൾ അവർ മുന്നിലാണ്. ഏതാണ്ട് 20ഓളം മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തോ മറ്റോ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ക്ലെയിം ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ അവിടെയും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഈ അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ. ആകെ നിയമം മാത്രമാണ് ഞാൻ തന്നെ മത്സരിക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കഴക്കൂട്ടത്ത് ഒരുപക്ഷെ വി മുരളീധരൻ മത്സരിക്കുമായിരിക്കും. വട്ടിയൂർക്കാവിൽ ആരാണ് മത്സരിക്കുക എന്നറിയില്ല. അതുപോലെ കാട്ടാക്കട ആരാണ്. പാലക്കാടിൻ്റെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്നത് കുറെ കൂടി സോളിഡായി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാനെത്തും എന്നത്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിട്ട് മുരളീധരൻ്റെ പേര് പോലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, BJP-യുടെ 4 മണ്ഡലങ്ങളിലെ 4-5 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം മാത്രമേ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയൂ എന്ന അന്തരീക്ഷം ഇപ്പോൾ ചുരുങ്ങിയത് 5 മണ്ഡലങ്ങളിലുണ്ട് എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൻ്റെ ഒരു കാരണം, നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നു മുതൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെയുള്ള, പ്രചരണം അവസാനിച്ച് വോട്ടെടുപ്പ് കഴിയുന്നത് വരെയുള്ള ഒരു ദീർഘകാലം ഈ പ്രചരണ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു ഭാരിച്ചു. എല്ലാ മുന്നണികളും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു 3 ആഴ്ചത്തെ ക്യാമ്പയിൻ എന്നതാണ്. പ്രത്യേകിച്ചും ഈ കൊടും വേനലിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പീരീഡ് തള്ളി നീക്കുക എന്നത് എല്ലാ മുന്നണികൾക്കും ബുദ്ധിമുട്ടാണ്. പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ക്ഷീണം എന്നത് ഈ മുന്നണികളെ ആകെ ബാധിക്കും, സ്ഥാനാർത്ഥിയെ ബാധിക്കും, കൂടെയുള്ള പ്രവർത്തകരെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രചാരണം യഥാർത്ഥത്തിൽ
അതിൻ്റെ ചൂടിലേക്ക് കടക്കാത്തത്. അവസാന നിമിഷം ഒരു വളരെ ഹൈ വോൾട്ടേജ് പ്രചാരണം ഏതായാലും ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. അതൊരു 3 ആഴ്ചത്തെ പ്രചരണത്തിലേക്കായിരിക്കും. അതിനൊപ്പം ചില മണ്ഡലങ്ങളിലെങ്കിലും എതിർപ്പാളയത്തിൽ നിന്ന് ആരാണ് വരുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം എന്നുള്ളൊരു കണക്കൂട്ടൽ രണ്ടു കൂട്ടരും അങ്ങനെ ഒരുപക്ഷെ അത് രണ്ടു കൂട്ടരും, അതല്ല LDFും UDFും ഈ 5 മണ്ഡലങ്ങളിൽ BJPയും ഈ BJPക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഈ കണക്കുകളിൽ കാണുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ LDFും UDFും അവരാദ്യം തീരുമാനിക്കട്ടെ, അതിനുശേഷം നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലുണ്ട് എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ പാലക്കാടൊക്കെ ഒരു ഉദാഹരണമാണ്. പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഇപ്പുറത്ത് ആര് മത്സരിക്കണം? ശോഭാ സുരേന്ദ്രനല്ല, കഴിഞ്ഞ തവണ മത്സരിച്ച C. കൃഷ്ണകുമാർ തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജഗോപാലിനെ പോലെ കൃഷ്ണകുമാർ ഏത് തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാർ മത്സരിക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ BJPയിൽ. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണകുമാർ തന്നെ മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കണം? അങ്ങനെ ഒരു കോമ്പിനേഷൻ നോക്കുക എന്ന് പറയുന്നൊരു, കാത്തിരിക്കുക എന്ന് പറയുന്നൊരു പണിയിൽ ഒരു 15 ദിവസത്തിനകം പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം അന്തിമമായ തീരുമാനത്തിലേക്ക് മുന്നണികൾക്ക് പോകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒരു 15 ദിവസത്തിനകം കേരളത്തിൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് വിവിധ സീറ്റുകളിലെ മത്സര ചിത്രം എന്നത് ഏറെക്കുറെ അനൗപചാരികമായിട്ടെങ്കിലും വ്യക്തമാകും എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ പറഞ്ഞ ബഷീർ സൂചിപ്പിച്ച ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നയിക്കുന്നു എന്ന് അവർക്ക് അവകാശപ്പെടാം. അദ്ദേഹമാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി മുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയിൽ പോലും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു അവസ്ഥയൊന്നും ഉണ്ടാവുമെന്ന് അവർ പോലും ഉണ്ടാവില്ല. പക്ഷേ UDFിനെ സംബന്ധിച്ചും LDFിനെ സംബന്ധിച്ചും അങ്ങനെയല്ലല്ലോ. LDFിൽ പ്രചാരണത്തിന് നേതൃത്വം മുഖ്യമന്ത്രിക്ക് തന്നെ ആയിരിക്കും എന്ന് LDF CPM നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? KK ശൈലജ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ ഈ ചെറിയ കാലത്തിനിടെ? LDFിലെ CPIMലെ അനൗപചാരികമായി ഇത് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് അത്തരത്തിലൊരു പ്ലാൻ B CPIM വളരെ സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും മുന്നണിയെ വിജയിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു. നമുക്കത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണവും നമുക്ക് ഇപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് പിണറായി വിജയനായിരിക്കും. അക്കാര്യം പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും അത് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോസ്റ്റ് ഇലക്ഷൻ ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ LDFിനകത്തും CPIMനകത്തുമുണ്ട്. അത് കുറെ കൂടി പോസിറ്റീവായി അവതരിപ്പിച്ച് തുടങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആ മുന്നണിയെയോ പാർട്ടിയെയോ നെഗറ്റീവായി അല്ല ബാധിക്കുക. ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടി, വളരെ വയബിളായ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന ഒരു മർമറിങ് യഥാർത്ഥത്തിൽ LDFിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ UDFിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ അവരുടെ പുതുയുഗ യാത്ര ഏതാണ്ട് അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ചിത്രത്തിൽ ഒരു നേതാവേ ഉള്ളൂ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അതായത് VD സതീശൻ തന്നെയാണ് നയിക്കുക. VD സതീശൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ മുഖ്യ പ്രചാരകനാവുക. പോസ്റ്റ് ഇലക്ഷൻ അദ്ദേഹം തന്നെ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും നേതാവ് എന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചപ്പോൾ ഈ ഒരു 2 മാസത്തിന് മുമ്പ് വരെ രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ട് താഴെയുള്ള സ്പേസിനെ നമുക്ക് പറയാൻ പറ്റും. കാരണം എപ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമല്ലോ മുഖ്യ സ്പേസിലുണ്ടാവുക. ആ സ്പേസിൽ പോലും രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നീട് പറഞ്ഞു കേട്ടിരുന്ന ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ഏതാണ്ട് അപ്രസക്തനായി മാറി എന്നുള്ള, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അപ്രസക്തനായി മാറിയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. പിന്നീട് പറഞ്ഞു കേട്ട KC വേണുഗോപാൽ, അദ്ദേഹം ചെറിയ പ്രൊപ്പഗാൻഡ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ UDFിനെ സംബന്ധിച്ചും നേതൃത്വത്തിൽ ക്ലാരിറ്റി ആയി എന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ശ്രമം യഥാർത്ഥത്തിൽ തുടങ്ങി കഴിഞ്ഞ 1 മാസം മുമ്പെങ്കിലും ഒരു എഫർട്ട് എടുത്തു നോക്കി എന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നു. അദ്ദേഹം വലിയ തോതിലുള്ള PR ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒരു പക്ഷേ 7 വർഷമായി KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ഡൽഹിയിൽ. അദ്ദേഹത്തിന് ആ പൊസിഷനിൽ നിന്ന് മാറേണ്ടതുണ്ട്. മറ്റൊരാൾ സംഘടനാ സെക്രട്ടറിയായി വന്നേക്കാം. വർക്കിംഗ് പ്രസിഡന്റ് എന്ന മോഡിലേക്ക് ഒരു പക്ഷേ
പോകണമെന്നില്ല. കെ.സി. വേണുഗോപാലിനെ അങ്ങനെ പരിഗണിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളം തന്നെ നോക്കേണ്ടി വരും എന്നൊരു ചിന്തയിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ കേന്ദ്രീകരിച്ചുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ചും ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്ന MLA-മാർ കൂടുതൽ എണ്ണം തന്നോടൊപ്പം ഉണ്ടാകാനുള്ള ശ്രമങ്ങൾക്ക് കെ.സി. വേണുഗോപാൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ഒരു ചിത്രം വന്നപ്പോൾ തന്നെ അതിനെതിരെയുള്ള എതിർപ്പ് ശക്തമാവുകയും ആ പരിപാടി ഏതാണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന ധാരണ ടേം 2 പകുക്കുക, രമേശ് ചെന്നിത്തല ആദ്യം മുഖ്യമന്ത്രിയാവുക, അതിനുശേഷം VD സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നുവെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. എന്നാൽ ആ ചിത്രമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ മാറി അത് സതീശൻ സെൻട്രിക്കായി തീർന്നത്. സതീശന് ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള സമയമെടുത്താൽ വലിയ തോതിലുള്ള ഇമേജ് ബിൽഡിംഗ് ഉണ്ടാവുകയും സതീശന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇലക്ഷനിലേക്ക് പോകുന്നത് എന്നും പോസ്റ്റ് ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ സതീശനായിരിക്കും ലീഡ് ചെയ്യുക എന്ന ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് ഈ കാര്യം അങ്ങനെ പറയാൻ കഴിയണമെന്നില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് അന്തിമമായി പറയാൻ പറ്റൂ. പക്ഷേ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു ധാരണ, പൊതുജനങ്ങൾക്ക് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്ന ഇംപ്രഷൻ സതീശന്റെ നേതൃത്വത്തിൽ UDF-ഉം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF-ഉം തെരഞ്ഞെടുപ്പിന് നേരിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ്. വലിയ തോതിൽ അതിനെ അട്ടിമറിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷവും രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഏത് തരത്തിലാണ് ഒരു പോസ്റ്റ് പോൾ 2026 ശേഷം LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും എന്തൊക്കെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക, എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങുന്നുണ്ടോ? സാധാരണഗതിക്ക് ഒരു ഇലക്ഷൻ സിനാരിയോ അടുക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷി ഭരണപക്ഷത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വിരുദ്ധ വികാരത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ തന്നെ ഞങ്ങളിതാ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തും എന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ സതീശൻ്റെ പുതുയുഗയാത്ര അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മളിങ്ങനെ ഓടിച്ചു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതലായി പറയാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെക്കുറിച്ചാണ്. ഖജനാവ് കാലിയായി കിടക്കുന്നു, വലിയ കടക്കടിയിലാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ നിറഞ്ഞ ഖജനാവ് ഉണ്ടാവും എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ എന്ത് സാമ്പത്തിക കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നില്ല. അതുപോലെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മെഡിക്കൽ ഹബ്ബായി കേരളത്തെ മാറ്റും എന്ന് പറയുന്നുണ്ട്. അതിനും ഒരു മെഡിക്കൽ രംഗത്ത് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഡോക്ടർ SS ലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ചേഞ്ച് വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, ഇതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ UDF-ൻ്റെ ഭാഗത്തുനിന്ന്? LDF-ൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളിതാ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ തുടർച്ചയിൽ ഞങ്ങൾ കുറെ കൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കൊരവസരം തരണം എന്ന് പറയാൻ കുറച്ചുകൂടെ സൗകര്യം LDF-ൻ്റെ ഭാഗത്തുനിന്ന് 3 തരത്തിലുള്ള എഫർട്ട് അതുമായി ബന്ധപ്പെട്ട് നടന്നു. ഒന്ന്, വകുപ്പുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് ഒരു വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് തുടർന്ന് അങ്ങോട്ട് ആ വകുപ്പുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ക്രോഡീകരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതോടൊപ്പം പ്ലാനിംഗ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ തുടർന്ന് അധികാരം കിട്ടുകയാണെങ്കിൽ ചെയ്യേണ്ട ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് തുടർച്ച എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് പ്ലാനിംഗ് ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ആലോചനകൾ നടന്നിരുന്നു. LDF-ന്റെ മട്ടിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ CPIM പതിവായി ചെയ്യുന്നത് പോലെ കേരള പഠന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഭാവി കേരളം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച CPIM-ന്റെ നയരേഖയും രൂപപ്പെടുത്തി വരുന്നുണ്ട്. ഈ കാര്യത്തിൽ അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള നയരേഖയിൽ 2ാം ജനകീയ ആസൂത്രണം വലിയ തോതിലുള്ള പദ്ധതികളാണ്, അല്ലെങ്കിൽ വളരെ ദൂരവ്യാപകമായി ഉള്ള ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന അല്ലെ കുറെ അധികം കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിപാടികളാണ് കേരള പഠന കോൺഗ്രസിൽ നിന്ന് വരുന്നത്. ഈ ഒരു കാര്യത്തിൽ ഭാവി കേരളം എന്താകണം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സർക്കാരിന്റെ അവസാന കാലത്തെത്തുമ്പോൾ പ്രതിപക്ഷമാണ് മുന്നിൽ നിൽക്കാറുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു 10 വർഷത്തെ ക്ഷീണം എന്നത് കോൺഗ്രസിനെ UDF-നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. 10 വർഷത്തിന്റെ തുടർച്ച എന്ന മട്ടിലാണ് LDF ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് 3 തലത്തിൽ സിസ്റ്റമാറ്റിക് ആയി ചെയ്ത് അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് എത്താനും അത്
ഒരു പക്ഷേ മാനിഫെസ്റ്റോയിൽ ആ വിധത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അത് തയ്യാറാക്കുന്നതിൻ്റെ അന്തിമ രൂപത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDFന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റി ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു. അതും മീറ്റിങ്ങുകൾ കൂടുന്ന ഈ ദിവസങ്ങളിൽ മാനിഫെസ്റ്റോയിലേക്കുള്ള ഇൻപുട്ട് സ്വീകരിക്കുന്ന അവസാന തര മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ സമഗ്രമായ ഒരു രേഖ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന കാര്യത്തിലുള്ള ആലോചനകളിൽ അല്പം മുമ്പിൽ LDF ആണ് എന്ന് തോന്നും. ഈ മൂന്ന് തലത്തിൽ ഈ ശ്രമങ്ങൾ LDF നടത്തിയിട്ടുണ്ട്. UDFൻ്റേത് ഈ പ്രകടന പത്രിക പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഭാവി സംബന്ധിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. പ്രചാരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്പം കൂടി ട്രിവിയലായ കാര്യങ്ങളിൽ ഊന്നിയാണ് പ്രചാരണം UDF മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്നാണ്. NDAയുടെ കാര്യം എടുത്താൽ NDAക്ക് ഇപ്പോൾ മോദി വരുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു. ഇനി 2ാം ഘട്ടത്തിൽ കൊച്ചിയിൽ മോദി വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയും, അതിനെ ചുവടുപിടിച്ച് പ്രചാരണം നടത്താം എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്ടിൻ്റെ അവതരണം ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. ആകെ മോദി അടുത്ത തവണ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ വെച്ചൊരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കാൻ ഇനി ന്യായമുണ്ടോ? ഇനി ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായാൽ പോലും അതൊരു വലിയ എന്താ പറയുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ വികസിത കേരളം എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ചുമതലയേറ്റ നാൾ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 മുന്നണികളും കേരളത്തെ ആകെ ഭരിച്ചു മുടിച്ചിരിക്കുന്നു, ഇനിയൊരു വികസിത കേരളം വേണമെങ്കിൽ എൻ്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ. പക്ഷേ കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ കേന്ദ്ര ബജറ്റും അതിനു മുമ്പ് നരേന്ദ്രമോദി ഈ തിരുവനന്തപുരം പിടിച്ചതിൻ്റെ തൊട്ടുപുറകെ തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിക്കും എന്ന മട്ടിൽ അദ്ദേഹം പ്രചരിപ്പിച്ച കാര്യങ്ങൾ, അദ്ദേഹമാണോ പ്രചരിപ്പിച്ചതെന്ന് എനിക്ക് അറിയില്ല, പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളും ഒന്നും നടക്കാതെ പോയതോടുകൂടി അദ്ദേഹത്തിന് ഈ വികസിത കേരളം എന്നുള്ളൊരു ആശയം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പരിഹാരമാവുമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനം, വലിയൊരു പ്രഖ്യാപനമൊക്കെ മോദി വന്ന് നടത്തുകയാണെങ്കിൽ. ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന് ഏതാണ്ട് ഈ സമയത്ത് കേരളം മുഴുവൻ അന്വേഷണ ഏജൻസികളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ തെക്ക് വടക്ക് ഏതാണ്ട് 10ഓളം അന്വേഷണ ഏജൻസികൾ നടന്ന് ആ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം ശ്രമങ്ങൾ ഇത്തവണ ഇവിടെ കാണാനില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ കേരളത്തെ മാറ്റിമറിക്കും എന്ന തോതിലുള്ള വലിയ ക്യാമ്പയിൻ നടത്താറുണ്ടായിരുന്നു, ഞങ്ങൾ വന്നേ ഇനി രക്ഷയുള്ളൂ എന്ന്. അത്തരത്തിലുള്ളൊരു പ്രചാരണത്തിൽ ഇപ്പോൾ BJP ഇല്ല എന്ന്. വികസിത കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള ഭരണമാറ്റം സാധിക്കും, ഞങ്ങൾ ഭരണത്തിൽ വരും എന്നിപ്പോൾ യഥാർത്ഥത്തിൽ BJPക്കാർ പറയും. 35 സീറ്റ് പിടിച്ച അധികാരം പിടിക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയില്ലായിരിക്കാം, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അല്ല അവർ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഒരു ചില സീറ്റുകളിലേക്ക്, അവർക്ക് വിജയിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില സീറ്റുകളിലേക്ക് ഊന്നി കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരിക്കും BJP ശ്രമിക്കുക. ബഷീർ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ പോലെ വിവിധ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ കേരളം അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടക്കുന്നില്ലെങ്കിലും ED ഇവിടെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്വേഷിച്ച കൂട്ടത്തിൽ തന്ത്രിയെ കൂടെ പങ്കുകൂടി അവർ അന്വേഷിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് BJPക്കുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ED ഉണ്ട്, പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലുള്ള വലിയ കോലാഹലങ്ങൾ ആ അന്വേഷണ ഏജൻസി ഇല്ല എന്ന് മാത്രം. എന്തായാലും നമുക്ക് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാം. SIRൻ്റെ പ്രക്രിയകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അതിൻ്റെ കണക്കെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തും. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുപോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ അവരുടെ പരിശോധനാ നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെടും. അതിനുള്ളിൽ ഈ മുന്നണികളൊക്കെ അവരുടെ പുതിയ കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്ന് അവതരിപ്പിക്കും. പുതിയ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളത് അവതരിപ്പിക്കും. മുന്നണികൾക്കുള്ളിൽ എങ്ങനെയാണ് സീറ്റുകൾ വിഭജിക്കപ്പെടുക എന്നുള്ളത് വ്യക്തമാക്കും. ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.